ഡൊണാൾഡ് ട്രംപേ, ഇന്ത്യക്ക് നിങ്ങളോട് 10 പറയാനുണ്ട്. അമേരിക്കയുമായി കൊമ്പുകോർക്കാൻ ഇന്ത്യയില്ല എന്ന കാര്യം. അമേരിക്ക എന്ന വ്യാപാര പങ്കാളിയെ ബ്രിക്സ് അംഗം എന്ന നിലയിൽ ഒരു തരത്തിലും ഇന്ത്യ ഉപേക്ഷിക്കാനും റെഡിയല്ല. പിന്നെ എന്തിനാണ് ട്രംപിന് ഇന്ത്യയോട് ഇത്ര പിണക്കം? ബ്രിക്സ് കറൻസി വിവാദത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയ ട്രംപിനോട് ഇന്ത്യക്ക് ചിലത് പറയാനുണ്ട്. നമുക്ക് കേൾക്കാം എന്താണ് ഇന്ത്യ പറഞ്ഞത് എന്ന്. അമേരിക്കയുടെ ഡോളറിനെ വീഴ്ത്താൻ ഇന്ത്യക്ക് യാതൊരു പ്ലാനുമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് കറൻസിയുമായി ബന്ധപ്പെട്ട് പുതിയ പ്ലാനുകളൊന്നും തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കുറെ നാളുകളായി അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ ഒരു സംഭവമായിരുന്നു അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പോർവിളിക്ക് മുതിരുമോ എന്ന ഭയം. നിയുക്ത പ്രസിഡന്റ് ട്രംപ് ആ വിഷയം വളരെ ഗൗരവകരമായി കാണുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ട്രംപിന്റെ ഭീഷണിയെ ഭയന്നുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ട്രംപിന്റെ ഭീഷണിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒട്ടും കുലുങ്ങില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ റഷ്യയെ പാടെ അവഗണിച്ചുകൊണ്ടാണോ ഇന്ത്യ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ഈ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് എന്തായാലും കമന്റ് ചെയ്യണേ. ട്രംപിന്റെ രണ്ടാം വരവിൽ സന്തോഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയും. ബ്രിക്സ് കറൻസിയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഉയർത്തുന്ന ആരോപണത്തെ അടിസ്ഥാനരഹിതമാണെന്നാണ് എസ് ജയശങ്കർ തുറന്നു പറയുന്നത്. ഇത് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കാരണം ബ്രിക്സിലെ ഒരു പ്രബല ശക്തിയായ ഇന്ത്യയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ത്യ ഡോളറൈസേഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നും എങ്ങനെയാണ് ട്രംപിന് ഇത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്നുമാണ് ജയശങ്കർ ചോദിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ച് സംസാരങ്ങൾ വരാറുണ്ടെങ്കിലും ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സീരിയസ് ആയി ചർച്ചയുണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത്. മാത്രവുമല്ല, ഇന്ത്യയുമായി വലിയ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള രാജ്യം കൂടിയാണിത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കാൻ ഇന്ത്യ ഒന്നും ചെയ്യില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ബ്രിക്സ് കറൻസി വരണമെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയ്ക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണെന്നാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ച ഭീഷണി ഇതിനോടകം തന്നെ 100 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ബ്രിക്സ് രാജ്യങ്ങളോട് അമേരിക്കയുടെ ഡോളറിന് ബദലായി ഒരു ചിന്തയുണ്ടെങ്കിൽ അമേരിക്ക എന്ന മാർക്കറ്റ് മറന്നുകളയാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ആശയത്തിൽ ഇന്ത്യ പങ്കുചേരുന്നില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ഈ ആശയത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ലോക നേതാവ് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് പുതിനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കാര്യമായി ആലോചനകൾ നടത്തിവരികയാണെങ്കിലും ഒന്നും എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഡൊണാൾഡ് ട്രംപ് എന്നത് വളരെ ശക്തനായ ഒരു ലോക നേതാവ് തന്നെയാണ്. നമുക്കറിയാം, 2ാം വട്ടം അമേരിക്കയിൽ പ്രസിഡന്റായി സ്ഥാനമേറ്റ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വിജയശതമാനം മാത്രം ഒന്ന് നോക്കിയാൽ മതി എത്രത്തോളമാണ് ട്രംപിന്റെ പിന്തുണ എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അമേരിക്കൻ പാർലമെന്റും US കോടതിയും വരെ ഇന്ന് ഭരിക്കുന്നത് ട്രംപ് തന്നെയാണ്. അവിടങ്ങളിലൊക്കെ ഉള്ളത് ഇന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻസ് ആണ്. അത്രയും ശക്തനായ ഒരു എതിരാളിക്കെതിരെ നീങ്ങാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി നടത്തിയത്. ഇന്ത്യ അല്ലെങ്കിലും തല്ലുകൂടാൻ അങ്ങോട്ട് പോകുന്ന ഒരു രാജ്യമല്ലല്ലോ. റഷ്യയെ പോലെ തന്നെ ബ്രസീലും ഇത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നത് പറയാതെ വയ്യ. ബ്രിക്സ് കറൻസിയുടെ ഭാവിയെക്കുറിച്ചും അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ബ്രസീലും. ബ്രസീലിൻ്റെയും റഷ്യയുടെയും പദ്ധതികൾക്ക് ചൈനയും സൗത്ത് ആഫ്രിക്കയും മികച്ച പിന്തുണയും നൽകി വരുന്നുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മുഷിച്ചിലുണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പുരോഗതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുമായി ഒരു വഴക്കിന് ഇന്ത്യ തയ്യാറല്ല എന്ന വസ്തുത ഇവിടെ ഉയർത്തുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഈ നിലപാട് ഇന്ത്യക്കെതിരെ റഷ്യ തിരിയാനുള്ള സാധ്യതകൾ വരെ നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പാണ് ട്രംപിന്റെ ഭീഷണി എന്നത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ നമ്മളെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത്. അതെന്താണെന്നാണ് ഇനി പറയുന്നത്. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിക്സ് രാജ്യങ്ങളോടുള്ള ഭീഷണി അന്താരാഷ്ട്ര വിപണിയെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഡോളറിന് ഒരു ബദൽ എന്ന ചിന്ത പോലും അരുതെന്ന മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബ്രിക്സ് രാജ്യങ്ങൾ മറ്റൊരു കറൻസിയെ വിനിമയ മാർഗമായി ഉപയോഗിക്കുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഭീഷണി മുഴക്കുന്നത്. അന്താരാഷ്ട്ര പണമിടപാടുകളിൽ ഡോളറിന് പകരം ബ്രിക്സ് രാജ്യങ്ങൾ മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കാൻ നീക്കം നടത്തിയാൽ 100% ഇറക്കുമതി നികുതി നേരിടേണ്ടി വരുമെന്നായിരുന്നു നിയുക്ത US പ്രസിഡന്റിന്റെ ഭീഷണി. അതായത് ഡോളറിനെ ഒഴിവാക്കി ഒരു സമീപനം അമേരിക്കയോട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിന്തിക്കരുതെന്ന താക്കീതാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ നൽകിയത്. ബ്രിക്സ് രാജ്യങ്ങളോടുള്ള താക്കീത് ഇന്ത്യ അടക്കം ഗൗരവകരമായി തന്നെയാണ് കണ്ടിരുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നീ 9 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ന് ബ്രിക്സ്.
ലോക പോലീസ് എന്ന തരത്തിൽ ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് ബ്രിക്സ് ഉച്ചകോടികളും ബ്രിക്സ് രാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമായത് യൂറോപ്യൻ യൂണിയൻ യൂറോ നടപ്പിലാക്കിയതോടെയാണ്. US അംഗമല്ലാത്ത ഏക അന്താരാഷ്ട്ര സഖ്യമാണ് ഈ ബ്രിക്സ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അല്പം തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ ബ്രിക്സ്. മാത്രവുമല്ല, പണ്ടത്തെ ശീതസമരത്തിൽ അമേരിക്കയോട് എതിരിട്ട റഷ്യയും പുത്തൻ കോൾഡ് വാർ നടത്തുന്ന ചൈനയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നതാണ് അമേരിക്കയുടെ ഉത്കണ്ഠയ്ക്ക് പ്രധാന പങ്കാവുന്നത്. റഷ്യയും ചൈനയും US ഡോളറിന്റെ വിനിമയത്തിൽ ശ്രദ്ധാലുക്കളും അമേരിക്കൻ അപ്രമാദിത്വത്തിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ ബ്രിക്സ് കറൻസി പലപ്പോഴും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ റഷ്യ ചർച്ചയും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ മതിയല്ലോ അമേരിക്കയ്ക്ക് തലവേദന ഉണ്ടാക്കാൻ. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളോട് ഡോളറിനെ മൂലക്കിരുത്തി ബ്രിക്സിന്റെ കറൻസി അങ്ങ് ഇറക്കാനുള്ള പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ഇറക്കുമതിക്ക് 100% താരിഫ് വർധനയുണ്ടാകുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. താരിഫ് വർദ്ധിക്കുമ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് അമേരിക്കയിലുള്ള പൗരന്മാരുടെ വളർച്ച തന്നെയാണ്. അതായത് അമേരിക്കൻ പൗരന്മാർ നിലവിൽ അമേരിക്കൻ സർക്കാരിന് അടയ്ക്കുന്ന നികുതി ഇനത്തിൽ ഇളവ് വരുത്തുകയും ആ ഇളവ് ഇത്തരം രാജ്യങ്ങളിലേക്ക് താരിഫ് വർധനവ് നൽകി ഉണ്ടാക്കിയെടുക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് താരിഫ് വർദ്ധിപ്പിക്കുക, വളർച്ച കൂട്ടുക, പൗരന്മാരുടെ ഇൻകം ടാക്സ് ഇതിലൂടെ വെട്ടിക്കുറയ്ക്കുക. ഇതാണ് പദ്ധതി. നിലവിൽ അമേരിക്കൻ പൗരന്മാർ അടയ്ക്കുന്ന നികുതി ഇനത്തിലെ വലിയ സംഖ്യ കുത്തനെ കുറച്ച് അതിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അമേരിക്കൻ മാർക്കറ്റിലേക്ക് വരുന്ന താരിഫ് ഇനത്തിൽ പിടിച്ച് ലാഭമുണ്ടാക്കുക. ഇങ്ങനെയാണ് ട്രംപിന്റെ പദ്ധതി. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ റഷ്യ മറുപടി നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലാകാൻ പോകുന്നില്ലെന്നും ഒടുവിൽ ഈ പദ്ധതി അമേരിക്കയെ തന്നെ തകർക്കുമെന്നുമായിരുന്നു റഷ്യയുടെ മുന്നറിയിപ്പ് വന്നത്. കാരണം ഇന്ത്യയും ചൈനയും ഒക്കെ അമേരിക്കയുടെ നല്ല പാർട്ട്നേഴ്സാണ്. ഇവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് താരിഫ് വർധനവ് വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വിലയിൽ വർധനവുണ്ടാകാം. ഈ വില നൽകി ഈ സാധനം വാങ്ങേണ്ടത് അമേരിക്കൻ പൗരന്മാർ തന്നെയാണല്ലോ. അതുകൊണ്ട് അവരുടെ പോക്കറ്റ് കീറുന്ന രീതിയിലേക്ക് ഈ തീരുമാനം ചെന്നെത്തുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതോടെ ബ്രിക്സ് കറൻസി എന്ന ആശയം അമേരിക്കൻ ഡോളറിന് ബദലായി സൃഷ്ടിക്കുന്ന റഷ്യൻ ബുദ്ധിയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പിന്തുണയുമായി ചൈനയും ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും ബ്രസീലും നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇതിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കളി ചിലപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. ലോക പോലീസായി സ്വയം അവരോധിക്കപ്പെട്ട അമേരിക്കയെ തളയ്ക്കാൻ റഷ്യ കണ്ടെത്തിയ ഈ മാർഗം നടപ്പിലാക്കാൻ തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോഴും ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും അമേരിക്കയുമായി ഒരു അടിപിടിക്ക് ഈ സാഹചര്യത്തിൽ ഇന്ത്യ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇതിലൂടെ എസ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയുടെ ഭീഷണി ഭയന്നാണ് ഇത്തരമൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് ഇത്തരം ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായവും എന്തായാലും എഴുതണേ. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.